അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്, ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ് ഇത് നമ്മൾ ക്ലാസ് എടുത്തു. ഇത് നിങ്ങളെ ക്ലാസ് ഓതി തന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഓരോരുത്തരെ ക്ലാസ്സും കേട്ട് അതിലെവിടെയെങ്കിലും പിഴവുണ്ടെങ്കിൽ അത് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ക്ലാസ് ഇനി ചേരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ബന്ധപ്പെടണം. 94 95 08 08 57 9495 08 0857 ഇത് നമ്പർ നിങ്ങൾ ബന്ധപ്പെട്ടാൽ ഇനിയും നമുക്ക് പഠിതാക്കളെ കുറച്ചും കൂടിയൊക്കെ ചേർക്കാവുന്നതാണ്. അള്ളാഹു അവൻ്റെ ഖുർആൻ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊന്ന് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഈ 3 സൂറത്ത് ഓതി തരികയാണ്. ഈ സൂറത്ത് നിങ്ങളെ മാർക്ക്, നിങ്ങൾ ഓതി തന്ന മാർക്ക് ഇടുമ്പോഴേക്ക് നിങ്ങളെല്ലാം ഓതി പഠിച്ച് ക്ലിയർ ആവണം. ഞാൻ പറയുമ്പോൾ ഓതി തന്നാൽ മതി എന്ന് അറിയിക്കുന്നു. പിന്നെ മറ്റൊന്ന് അറിയിക്കാനുള്ളത്, തജ്വീദിൻ്റെ കുറഞ്ഞ നിയമം, വളരെ കുറഞ്ഞ നിയമമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് പഠിച്ചാൽ പോരാ, അത് ഓത്തിൽ കൊണ്ടുവരണം. ഓതുമ്പോൾ ആ നിയമം കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ആ നിയമം ശരിക്ക് ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആനിൽ ആ നിയമം വന്നിട്ടേ മറ്റൊരു നിയമം എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ 3 സൂറത്ത് ഞാൻ ഓതി തരികയാണ്. ഓതി തരുമ്പോൾ അതേപോലെ ഓതുക. തജ്വീദിൻ്റെ നിയമം ഇന്ന് പറഞ്ഞു തരുന്നില്ല, അത് പഠിച്ചത് ഖുർആനിൽ നമുക്ക് പരിചയപ്പെട്ടതിന് ശേഷമേ, അതേപോലെ ഓതാൻ പഠിച്ചതിന് ശേഷമേ നിങ്ങൾക്ക് അത് അടുത്ത നിയമങ്ങൾ പറഞ്ഞു തരികയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. കണ്ടോ, ഈ നിയമം പറഞ്ഞെന്നാണ്. ഇത് ഖുത്ബിജത്തിൻ്റെ അക്ഷരമാണ്. വഖഫ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഇവിടെ യദാ നീട്ടാൻ മദ്ദുണ്ട്, കുറച്ച് നീട്ടണം. മദ് പല വിധത്തിലുള്ള മദ്ദുണ്ട്. ഓരോ മദ്ദ് നമുക്ക് പഠിക്കണം. ഇപ്പം ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഓതി, പിന്നെ ഓരോ മദ്ദിനെ നമുക്ക് വ്യക്തമായി പഠിക്കണം. എത്ര നീട്ടണം, എത്ര കണക്ക് കണ്ട് നീട്ടണം എന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. പിന്നെ തബ്ബത്ത് എന്ന് പറയുമ്പോൾ തബ്ബത്ത് എന്ന് പറയാതെ തബ്ബത്ത് ചെറിയ ഒരു കാറ്റ് പോകുന്ന രൂപത്തിൽ. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. സയസ്ലാ നാറൻ ദാത ലഹബ്. സയസ്ലാ നാറൻ ദാത ലഹബ്. സയസ്ലാ, അത് വല്ലാതെ നീട്ടണ്ട, മദ്ദുള്ളിടത്ത് നീട്ടിയാൽ മതി, അല്ലെങ്കിൽ എല്ലായിടത്തും കറക്റ്റ് നീട്ടിയാൽ മതി. സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞെന്നാണ്. ശ്രദ്ധയുള്ള മീമ് മണിക്കണം. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. ഇവിടെ തെറ്റ് വരാൻ സാധ്യത ഉണ്ട്. ഇവിടെ വ അമ്ര എന്ന് ഓതുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഓതരുത്. വംറ അത്തുഹു, അതേപോലെ വംറ അത്തഹു എന്നാകരുത്, താന്നാകരുത്, തൂന്നാണ്.
വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. ഇവിടെ ചെറുങ്ങനെ നീട്ടണം. ആ കണക്ക് നമുക്ക് പിന്നെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഇവിടെ കണ്ട് ചെറിയൊരു മീമ് അതെന്തിനാണ്? അതൊക്കെ നമുക്ക് പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. വൽ ഫത്ഹ് എന്ന് പറയരുത്, വൽ ഫത്ഹ്. വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. വസ്തഗ്ഫിർ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കണം. വസ്തഗ്ഫിർ വസ്തഗ്ഫിർ എന്ന് പഠിച്ചിരിക്കണമെങ്കിൽ മാറ്റിയെടുക്കണം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. വസ്തഗ്ഫിർ എന്ന് പറയാതെ വസ്തഗ്ഫിർ. ഒരു ഹാ ഉള്ളതായിട്ട് തോന്നണം നിർത്തുമ്പോൾ. ഈ ഹാ ഉള്ളതായിട്ട് തോന്നണം. വസ്തഗ്ഫിർ ഹു എന്ന് നിർത്തരുത്. വസ്തഗ്ഫിർ ആണ്ട വസ്തഗ്ഫിർ. അപ്പോൾ ഒരു ഹാ ഉണ്ട് എന്നറിയണം കേട്ടോ. ഇന്നഹു കാന തവ്വാബാ. ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇനി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഇവിടെ കുറച്ച് നീട്ടാണ്ട് അല്ലേ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഇവിടെ കുറച്ച് നീട്ടാണ്ട് മദ്ദുണ്ട്. ഏത് മതം എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ കുറച്ച് നീട്ടി കൊടുത്താൽ മതി. കുറച്ച് ഈശ പഠിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാകുള്ളൂ കേട്ടോ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. കണ്ടോ? വലാ നീട്ടാണ്ട്, മാ നീട്ടാണ്ട്, അഅ്ബുദ് എന്നാ നിർത്തുക. കാരണം ദാല് കുത്തുബ് ചെയ്തപ്പെട്ടതല്ലേ. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് വലാ അന ആബിദും മാ അബദ്തും. ഇതിപ്പോൾ എന്താ ഈ പൂജ്യം അല്ലേ? ഇൻഷാ അല്ലാഹ് പഠിക്കാം. വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. അപ്പോൾ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ. ലക്കും ദീനുക്കും വലിയ ദീൻ. ചില ആളുകളൊക്കെ ഓതുമ്പോൾ കേൾക്കാം ലക്കും ദീനക്കും ഓതും. ദീന എന്നല്ല, നൂന്നാണ് കേട്ടോ. നൂന്നാണ്. നല്ലോ ശ്രദ്ധിച്ചോളൂ. ഇനി ഓതു തരുമ്പോൾ തെറ്റ് വരാൻ പാടില്ല. അതിനാണ് ഇത് പറഞ്ഞു തരുന്നത്. ലക്കും ദീനുക്കും വലിയ ദീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.